ഇതെന്താ സംഗതി എന്നറിയാലോ, പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഇത് ഗ്രീനും ഒരു ബ്ലൂവും ഉണ്ട്. അതുപോലെ നമ്മൾ മജന്ത, യെല്ലോ, വൈറ്റ് അങ്ങനെ കുറേ കളേഴ്സിൽ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനൊരു കോഡാണ്. അതായത് ഇപ്പോൾ ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഇതിൽ കുറച്ച് ആഡഡ് ഫ്ലേവേഴ്സ് ഉണ്ട്. ഫ്ലേവേർഡ് വാട്ടറാണ് ഒരു ലിമിറ്റ് വെച്ച്. ബ്ലൂ എന്ന് പറയുമ്പം ഇത് നാച്ചുറൽ സ്പ്രിംഗ് വാട്ടറാണ്. അതുപോലെ തന്നെ ബാക്കി കളേഴ്സിന് അതിനനുസരിച്ചുള്ള പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇത് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്, ഈ മിനറൽ വാട്ടർ, അതായത് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ എങ്ങനെയാണ് ഈ രൂപത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്നാണ്. നമ്മളിപ്പോൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലെ കായനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ സൺഷൈൻ ഇൻഡസ്ട്രീസിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഈ മിനറൽ വാട്ടറിൻ്റെ പാക്കേജിങ്ങും ഇതിൽ എത്രത്തോളം മിനറൽസ് ഉണ്ടെന്ന്, എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളതും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ, സാധാരണഗതിയിൽ എല്ലാവരും അതിനെ മിനറൽ വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇത്, ഈ മിനറൽ വാട്ടർ എങ്ങനെയാണ് മിനറൽ വാട്ടറായിട്ട് വരുന്നത് നമ്മൾ നോക്കാൻ പോവാണ്. നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഇവിടുത്തെ മൈക്രോബയോളജിസ്റ്റ് അഖിലയുണ്ട്. അഖിലയാണ് നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ടൂർ ചെയ്തു തരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഒരു പ്രൊസീജിയർ? ഇപ്പം ചെയ്യുന്നത് പരിശുദ്ധത്തിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പം നമ്മൾ റോ വാട്ടർ എടുക്കുന്നത് നമ്മുടെ ബോർവെല്ലിൽ നിന്നാണ്. അവിടെ നിന്ന് എടുത്ത് നമ്മുടെ പ്ലാന്റിലേക്ക് ചെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പ്ലാന്റിനുള്ളിൽ കയറുന്നതിന് മുമ്പ് സേഫ്റ്റി മെറ്റീരിയൽസ് ഉണ്ട്, ഹെയർ ക്യാപ്പ്, മാസ്ക്, പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ് കാര്യങ്ങളെല്ലാം ചെയ്യും. ശരി. കളക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെയാണ് ആദ്യം വരുന്നത്. നമ്മൾ ബോർവെല്ലിന് വെള്ളം എടുത്തിട്ട് അവിടെ പുറത്ത് തന്നെ നമുക്ക് അവിടെ സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്. അതിൽ പമ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ക്ലോറിൻ ആഡ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോറിൻ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത വാട്ടറാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതെന്ന് പറയുന്നത് സാൻഡ് ഫിൽട്രേഷൻ ആണ്. ആദ്യത്തെ പ്രോസസ്സ് സാൻഡ് ഫിൽട്രേഷൻ ആണ്. അതിൽ സാൻഡ് നമ്മൾ പണ്ട് പഠിച്ച പോലെയുള്ള സാൻഡ് ഫിൽട്രേഷൻ, അതായത് ഓരോരോ ഗ്രാനുൾസ് പോലെയുള്ള സാൻഡിൽ കൂടെ അതിലുള്ള വലിയ പാർട്ടിക്കിൾസിനെയൊക്കെ മാറ്റാനായിട്ട് യൂസ് ചെയ്യണതാണ് നമ്മുടെ സാൻഡ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ്സ് ഇവിടെ ഇപ്പോൾ അയൺ ഫിൽട്രേഷൻ ഉണ്ട്. അതിൽ നമ്മൾ അയൺ കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാനുള്ളതാണ്. നെക്സ്റ്റാണ് കാർബൺ ഫിൽട്രേഷൻ. നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോളാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതല്ലേ അത് മൂന്നാമത്തെ ടാങ്ക് എന്ന് പറയുന്നത്. വെള്ളം പുറത്തുനിന്നാണ് പമ്പ് ചെയ്ത് ഇതിലേക്ക് കയറ്റുന്നത് അല്ലേ? ഇങ്ങനെ വെള്ളം പുറത്തുനിന്നല്ലേ പമ്പ് ചെയ്ത് കയറ്റുന്നത്? നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത ഒരു സ്റ്റോറേജ് വാട്ടർ ബാക്കിലുണ്ടല്ലോ, ടാങ്ക് ഉണ്ട്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ 3 ടൈപ്പ് ഫിൽട്രേഷൻ ആണുള്ളത് അല്ലേ? പറഞ്ഞ പോലെ ആദ്യം സാൻഡിന്റെ, പിന്നെ അത് കഴിഞ്ഞ് അയൺ ചെയ്യുന്നു, പിന്നെ കാർബൺ. ഓക്കെ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോസസ്സ് എന്താ? അടുത്തത് മൈക്രോ ഫിൽറ്ററാണ്. 5 മൈക്രോ ഫിൽറ്ററാണ് ആദ്യം ചെയ്യുന്നത്. അതിൽ ചെറിയ മൈക്രോബ്സ് പോലുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ മാറ്റാനായിട്ട്, അതേപോലെ നമ്മൾ എക്സസ് ആയിട്ട് ക്ലോറിൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലോറിൻ്റെ മാറ്റാനൊക്കെ ആയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇതാണല്ലേ ആ ഫിൽറ്റർ? ഈ ചെറുത് ഈ സ്റ്റീലാണ് നമ്മുടെ മൈക്രോ ഫിൽറ്റർ എന്ന് പറയുന്നത്. മൈക്രോബ്സ് എന്തെങ്കിലും ബാക്ടീരിയസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ളതാണ്. പിന്നെ അതിൽ നിന്ന് അടുത്തത് പ്രഷർ പമ്പാണ്. നമ്മൾ RO യൂണിറ്റാണ്, റിവേഴ്സ് ഓസ്മോസിസ് യൂണിറ്റാണിത്. റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ അതിനകത്തേക്ക് കൊടുക്കാനുള്ള പമ്പ്. ഇപ്പോൾ മൈക്രോ ഫിൽറ്ററിൽ വന്നത് ഫിൽറ്റർ ചെയ്ത് വെച്ച് അത് പമ്പ് വഴിയിട്ട് നമ്മുടെ RO സിസ്റ്റത്തിലേക്ക് പോകും. RO സിസ്റ്റത്തിൽ റിവേഴ്സ് ഓസ്മോസിസായിട്ട് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ pH ആഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് pHൻ്റെ മാറ്റം ഉണ്ടെങ്കിൽ pHൻ്റെ ബൂസ്റ്റർ ഡ്രിങ്കിങ് വാട്ടറിന്റെ pHലേക്ക് ആക്കാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മിനറൽസ് ആഡ് ചെയ്യുന്നത് കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇവിടെ. കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം. ഇപ്പൊ 3 മിനറൽസ് ആണ് ആഡ് ചെയ്യുന്നത്: കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം. അതാണ് നമ്മളവിടെ ആഡ് ചെയ്യുക. ഈ RO വാട്ടറിലേക്ക്, RO കഴിഞ്ഞ് വരുന്ന വാട്ടറിലേക്കാണ് മിനറൽസും pH ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ഓസോണാണ്. അവിടെ ഓസോണൈസ് ചെയ്യും, ഓസോൺ ആഡ് ചെയ്യും. പിന്നെ സ്റ്റോറേജിൻ്റെ പിന്നെ പോകുന്നത് ഫില്ലിംഗ് മെഷീൻസ്. ഇത്
സ്റ്റോറേജ് ടാങ്കാണ്. നമ്മുടെ ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കാണ്. നമുക്കിവിടെ 2 ഫില്ലിംഗ് മെഷീൻസാണ് ഉള്ളത്. അപ്പോൾ ഒന്നിലേക്കുള്ളത് 2 ടാങ്ക്, മറ്റൊന്നിലേക്കുള്ളത് 2 ടാങ്കാണ്. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ യൂണിറ്റിലേക്ക് പോകും പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയാണ്, അതായത് പാക്കിങ്ങിന് തൊട്ട് മുന്നുള്ള എല്ലാ പ്രോസസ്സും നടക്കുന്ന ഒരൊറ്റ ഏരിയയിലാണ് ഫിൽട്രേഷനും മിനറൽസ് ആഡ് ചെയ്യുന്നതും സ്റ്റോറേജും. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പാക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ഈ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ, അതായത് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ബോട്ടിൽസ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ബോട്ടിൽസിൻ്റെ പ്രൊഡക്ഷനും കൂടെ നമുക്കൊന്ന് നോക്കാം. മൂവാറ്റുപുഴയിൽ തന്നെ നമ്മൾ കോട്ടക്കുടിയിൽ ഇൻഡസ്ട്രീസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് ഈ പെറ്റ് ബോട്ടിലിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് കാണാം. നമ്മളിവിടെ ഈ പെറ്റ് ബോട്ടിൽസിൻ്റെ പ്രൊഡക്ഷനും ഇവിടുത്തെ വിശേഷമൊക്കെ പറയാൻ പോകുന്നത് കോട്ടക്കുടിയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഓണറായിട്ടുള്ള യദുനാരായണനാണ്. ഹലോ, നമസ്കാരം. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്? അതായത് പെറ്റ് ബോട്ടിൽസ് മിക്കപ്പോഴും ഔട്ട്സോഴ്സ് ആണ് ചെയ്യുന്നത്. കേരളത്തിൽ ഇത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു ഐഡിയ വന്നത്? അതിപ്പോൾ നമ്മുടെ മിനറൽ വാട്ടർ ആയിട്ടുണ്ടെങ്കിലും ഓയിലായിട്ടുണ്ടെങ്കിലും എല്ലാ സാധനവും ഇപ്പോൾ കൂടുതലും പ്ലാസ്റ്റിക് ബോട്ടിലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒക്കെ കണ്ടിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്. എത്ര കാലമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പോൾ ഒരു 8 വർഷത്തോളമായി. കുഴപ്പമില്ലാതെ വർക്ക്സ് അങ്ങനെ കുഴപ്പമില്ലാതെ വർക്ക്സ് ഉണ്ട് നമുക്ക്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? റോ മെറ്റീരിയൽസ് നമ്മൾ ബാംഗ്ലൂരുണ്ട്, പിന്നെ പോണ്ടിച്ചേരി ഒക്കെ ഉണ്ട്. അല്ലാണ്ട് കേരളത്തിലും ഒത്തിരി കമ്പനികളുണ്ട്. ഉണ്ട് റോ മെറ്റീരിയൽ കിട്ടുന്ന കമ്പനി. പ്രീഫോംസ് എന്നാണ് അതിന് പറയുന്നത്. പ്രീഫോംസ്, ഇതാണ് ആ സാധനം. അതെ. നമ്മൾ നേരത്തെ മുരളിയുടെ എപ്പിസോഡിലും ഇതുപോലെ മുരളിക്ക് അവരുടെ തന്നെ ഉള്ളിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു സംഗതിയാണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. ഇതിനെന്താ പറയുന്നത്? പ്രീഫോം. ഇതാണ് പെറ്റ് ബോട്ടിൽസിൻ്റെ പ്രീഫോം. ഇവിടെ നിന്ന് ഇത് ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം? ഇതിപ്പോൾ നമ്മൾ മെഷീൻ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രീഫോംസ് ഇതിനകത്തേക്ക് ലോഡറിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ മെഷീനുള്ളിൽ കയറി ഹീറ്റ് ചെയ്ത് അത് ഒരു ഏതാണ് നമ്മൾ അതിനകത്ത് മോൾഡ് സെറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോൾഡിൻ്റെ ഷേപ്പിലേക്ക് വീർത്ത് വരും. നമുക്കിപ്പോൾ എത്ര മോൾഡ്സ് ഇവിടെ ഉണ്ട്? എത്ര പാറ്റേൺസ് ചെയ്യുന്നുണ്ട്? ഇവിടെ നമുക്കൊരു 50 മോൾഡിൽ കൂടുതലുണ്ട്. ഒറ്റ ബാച്ചിൽ എത്ര എണ്ണമായിരിക്കും ചെയ്യുന്നത്? അപ്പോൾ ഒരു ഷിഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഷിഫ്റ്റിൽ അതൊരു 50,000 ബോട്ടിൽസ് ഒക്കെ ചെയ്യും. അതായത് ഇത് ഒരു ദിവസമാണോ അതോ ഒരു ഷിഫ്റ്റ്? അത് എത്ര സമയം എടുക്കും ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ? ഒരു ഷിഫ്റ്റ് എന്ന് വെച്ചാൽ 8 മണിക്കൂർ. 8 മണിക്കൂറിൽ 50,000 ബോട്ടിൽസ് ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് കാണാം. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ് മെഷീൻ. അപ്പോൾ ഇതിൻ്റെ കൺവെയറല്ല, ഇതിൻ്റെ ലോഡറിനകത്തേക്ക് നമ്മൾ ഈ പ്രീഫോംസ് ബാഗിൽ വന്നത് നേരെ ഇതിനകത്തേക്ക് ഇടും. അപ്പോൾ അത് നേരെ ഈ ബെൽറ്റിക്കടെ കയറി നമ്മുടെ ഈ കൺവെയറിനകത്തേക്കടെ വന്ന് മെഷീൻ്റെ ഉള്ളിട്ട് ഇവിടെ നിന്ന് എൻ്റർ ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എടുത്ത് വെച്ച് കൊടുത്തോളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും മനുഷ്യരുടെ ആവശ്യമില്ല, എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് ആ കൺവെയറിനകത്തേക്കൂടെ വന്നത് ഇവിടെ ഹീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റാവും. ചുരുക്കത്തൊന്നുമില്ല, പയ്യൊന്ന് ചൂടാവും. അത് നേരെ വന്നിട്ട് ഇപ്പം ഈ മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ മോൾഡുകൾ സെറ്റ് ചെയ്യും. ഏത് ഷേപ്പിലുള്ള ബോട്ടിലാണോ നമുക്ക് വേണ്ടത്
ആ ഷേപ്പിലുള്ള മോൾഡുകൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കുക. അത് നമുക്ക് മാറ്റാം. നമ്മുടെ കയ്യിലൊരു 50 മോൾഡ് പ്ലസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രീഫോമിന് ഒരു റാഡുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് നീട്ടിയിട്ട് ഉള്ളിലേക്ക് എയർ അടിച്ച് വീർപ്പിക്കും. അപ്പോൾ ആ മോൾഡിൻ്റെ ഉള്ളിൽ എന്ത് ഷേപ്പാണോ അത് ബോട്ടിലായിട്ട് വരും. അതിനുശേഷം ഇവിടെ വന്നു കഴിയുമ്പോൾ അത് പുറത്തേക്ക് എടുത്തിടും. അപ്പോൾ ആള് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ എവിടെ നിന്ന് ഇത് കളക്ട് ചെയ്യുന്നത്? അത് ഇവിടെ വന്ന് ചാടിക്കോളും. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കളക്ഷൻ ഏരിയ. പിന്നെ അത് ബാക്കിയത് ഏതാ കമ്പനിയിലേക്ക് വന്നു വെച്ചാൽ ആ കമ്പനിയിലേക്ക് നമുക്ക് ഈ മോൾഡ് കാണാൻ പറ്റുമോ? മോൾഡ് കാണാൻ പറ്റും. ഇതെല്ലാം മോൾഡുകളാണ്. ഏകദേശം ഈ ഷേപ്പിലിരിക്കും. രണ്ട് സൈഡ് ഉണ്ട്, പിന്നെ അതിന്റെ അടിഭാഗമുണ്ട്. മൊത്തം ഒരു മോൾഡ് 3 പീസായിരിക്കും. നമ്മുടെ മെഷീനകത്ത് ഒരു 4 മോൾഡ് ഒരു സമയത്ത് 4 ബോട്ടിലാണ് അടിക്കണത്. അപ്പൊ 4 മോൾഡ് ഇപ്പൊ ഈ മോൾഡാണ് സെറ്റ് ചെയ്തേക്കണമെങ്കിൽ ഈ മോൾഡിന്റെ ഷേപ്പിൽ ഈ ഡിസൈനിലുള്ള ബോട്ട്സ് വരും. ഇവിടെ ക്യാപ്പ് ക്യാപ്പ് ഇതിനകത്ത് ചെയ്യണില്ല. ക്യാപ്പ് ഇതിന് ബ്ലോ മോൾഡിംഗ് എന്നാ പറയണത്. ക്യാപ്പ് ചെയ്യണത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്നും പറഞ്ഞിട്ടൊരു പ്രോസസ്സാണ്. അത് നമ്മൾ ചെയ്യണില്ല. ഇതിപ്പോ നമ്മള് മറ്റേ ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ട് എയറിൽ വീർപ്പിച്ച് അത്രേ ഉള്ളൂ. ഈ ഒരു ഫോമിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടണത്. മാത്രമല്ല ക്യാപ്സ് ഇപ്പൊ ഈ മിനറൽ വാട്ടറിനും ഓരോന്നിനും ഓരോ കളർ അതനുസരിച്ച് ഓരോ കളർ അത് അവരുടെ ബ്രാൻഡിങ്ങിനും വേണ്ടി. അതിന്റെ എയറും അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? എയറിന് ഇതിപ്പോ ജസ്റ്റ് ബോട്ടിൽ ഉണ്ടാക്കാനുള്ള മെഷീനാണ്. ഇതിന്റെ കംപ്രസർ, ചില്ലർ അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ വരും. അതൊക്കെ നമ്മൾ അപ്പർ സെക്ഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്രസർ എന്ന് പറയുമ്പോൾ 75 HP കംപ്രസർ മാത്രം വരും. അപ്പോൾ അത്രയും ബാറിൽ അത്രയും പ്രഷറൈസ് ചെയ്തിട്ടാണ് ഈ ബോട്ടിൽ വീർത്ത് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു 45 ബാർ പ്രഷർ വരും. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ ചെതറിപ്പോണ അത്രയും പ്രഷർ ഉണ്ടാവും. അതിനകത്താണ് ഇത് വീർത്ത് വരുന്നത്. 75 HP മോട്ടർ ഉണ്ട്. അത്രയും ഫാസ്റ്റ് ആയിട്ട് വരണം. അതിനകത്ത് ഒരു ബോട്ടിൽ വീർക്കണത് ഒരു 1/2 സെക്കൻഡിലൊക്കെയാണ്. അപ്പൊ അതുപോലെ 4 ബോട്ടിൽ 1/2 സെക്കൻഡിൽ വീർത്ത് അങ്ങനെ വരുവാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അത്രയും. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ മോട്ടറൊക്കെ വന്നത്, വെള്ളം അടിക്കുന്ന മോട്ടറൊക്കെ വന്നത് ഒരു 1/2 HP ഒക്കെ ആയിരിക്കുമല്ലോ. ഇത് അതിന്റെ 150 മടങ്ങ് പവറുള്ള മോട്ടറാണ്.
ഈ ബോട്ടിൽസ് ഇവിടെ നിന്നാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് മാനുവലി ആണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബെൽറ്റ് അകത്തേക്ക്. എന്നിട്ട് ഈ മെഷീനിൽ വാഷിങ്ങും ഉണ്ടല്ലേ? ഉണ്ട്. ഞാൻ ഫില്ലിംഗ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ബോട്ടിൽസ് ഇതിനുള്ളിൽ കൂടെ വന്ന് ആദ്യം നമ്മളിവിടെ വാഷ് ചെയ്യും. അപ്പോൾ ഈ ബോട്ടിൽസ് വാഷ് ചെയ്യുന്നതാണല്ലോ ഇത്? അതെ. ഒരു ചെറിയ സ്ട്രീക്കിൽ ബോട്ടിൽസ് വാഷ് ചെയ്തിട്ട് അടുത്തതോ? അടുത്തതാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഇവിടുന്ന് വാഷ് ചെയ്ത് കറങ്ങി താഴെ വന്ന് അവിടുന്ന് അടുത്തൊരു എന്താ ഒരു പ്രാവശ്യം കൂടെ കറങ്ങിയിട്ട് തിരിച്ച് ഫില്ലിങ്. തിരിച്ച് നേരെ വരും. ഇതിന് ഫിൽറ്റർ ചെയ്ത് അവിടെ നിന്ന് ക്യാപ്പ് ഇട്ട് ഓക്കെ, അടുത്ത ക്യാപ്പിംഗ് ആണ്. ഇവിടുന്ന് നേരെ കറങ്ങി ക്യാപ്പിംഗ് ആണ്. പിന്നെ ആ ബെൽറ്റ് വഴി പുറത്തേക്ക് പോകും അല്ലേ? അപ്പോൾ അത് അവർ കളക്ട് ചെയ്തിട്ട് ബാച്ച് ആക്കും. അല്ല, അവർ അതിൽ സ്ലീവ്സ് ഇടുവാണ്. നമ്മുടെ എഴുത്തുണ്ടല്ലോ അത്. കേസ്. എന്നിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് അടുത്ത യൂണിറ്റിലേക്ക് വിടും. അതായത് കേസ് മറ്റേ ഈ ഇതിന്റെ ബ്രാൻഡ് ഉണ്ടല്ലോ, ബ്രാൻഡിന്റെ ആ കവറും എല്ലാം ഇട്ടിട്ട് അവിടെ നിന്ന് അടുത്ത പ്രോസസ്സിലേക്ക് കാണാം. ഇവിടെ ഈ ബ്രാൻഡിങ് ആണ് ഇവർ ചെയ്യുന്നത്. സ്റ്റിക്കർ ഒട്ടിക്കും. സ്റ്റിക്കർ ഒട്ടിക്കും. അപ്പോൾ ഫില്ലിംഗ് റൂമിൽ നിന്ന് വരുന്ന വാട്ടർ ആദ്യം നമ്മൾ അവിടെ പ്രിന്റ് ചെയ്യും, ഡോട്ട് പ്രിന്റ് ചെയ്യും. നമ്മൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത ഡേറ്റ്, അതിൻ്റെ നമ്പർ, പിന്നെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പ്രിന്റ് ചെയ്യുന്നതാണ്. ഡോട്ട് പ്രിന്റ് ആണത്. പിന്നെ അത് പ്രിന്റ് ചെയ്ത് വരുന്നതിലേക്ക് ചേച്ചിമാർ നമ്മുടെ ലേബൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വന്നു കഴിഞ്ഞിട്ട് അതായത് മാനുഫാക്ചറിങ് ഡേറ്റും പ്രൈസും എക്സ്പയറിയും ഒക്കെ വന്ന് ബാച്ച് നമ്പറും ഒക്കെ വരുന്നതിൽ ചേച്ചിമാരിൽ നിന്ന് ഈ കവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഈ കവർ ഹോട്ട് പ്രസ് ചെയ്യുക അല്ലേ? നമ്മുടെ ഈ ലൂസ് ആയിട്ടുള്ള പോർഷൻ ഇവിടെ നിന്ന് ഹോട്ട് പ്രസ് ചെയ്തിട്ടാണ് ഇതിനുള്ളിലേക്ക് പോകുന്നത്. ഇവിടെ എന്താണ് ശരിക്കും മെഷീൻ ഇതാറുണ്ട്. ഇങ്ങനെയാണ്
കളർ ചെയ്ത് വരുന്നത്. നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ഡേറ്റ് ഇന്ന് 13 ജൂൺ 13 അപ്പോൾ ജൂൺ 13 625 ബാച്ച് നമ്പർ ഉണ്ട്. പിന്നെ MRP 20 rupees. കഴിഞ്ഞിട്ട് പാക്കേജിംഗ് ആണ് അല്ലേ? അപ്പോൾ അത് എത്രയാണ്? അത് ഒരു കേസ് എന്ന് പറയുന്നത് 12 എണ്ണം. അങ്ങനെ 3 വെച്ചിട്ട് 4 റോൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബാച്ച് ചെയ്ത് അതായത് പാക്കേജ് ചെയ്യാണ്. 12 എണ്ണമാണ് ഒരു കേസിൽ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും ഫുൾ പാക്ക് ചെയ്ത് ഇത് ഹീറ്റർ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് കറക്റ്റ് അല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ എത്ര നേരം വർക്ക് ചെയ്യുന്നത് ഇവിടെ? രാവിലെ 8:30 തുടങ്ങി 5 മണി വരെ അങ്ങനെയാണല്ലേ? ഓർഡർ അനുസരിച്ചാണോ എടുക്കുന്നത്? ഓർഡർ അനുസരിച്ചാണ്. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞ ഫൈനൽ പ്രോഡക്റ്റ് ഇതാണല്ലേ? ചൂടായിട്ടുണ്ട്. ഇനി എന്താണ്? ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ ഡിസ്പാച്ച് ചെയ്ത് പുറത്തേക്ക് വിടും. ഇതാണല്ലേ അപ്പൊ സ്റ്റോറിംഗ് ഏരിയ. ഇവിടെ നിന്ന് ആവശ്യാനുസരണം വരുന്ന ഇത് ലോഡ് അനുസരിച്ച് കെട്ടി. ഇതാണ് ലാബ് അല്ലേ? 2 ലാബ് ഉള്ളത്. കെമിസ്ട്രിയുടെ ലാബും മൈക്രോബയോളജി ലാബും. ഇത് കെമിസ്ട്രി, ഇത് കെമിസ്ട്രി ലാബ്. ഇവിടെ നമ്മൾ എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത്? നമ്മൾ അവിടുന്ന് ഫില്ലിംഗ് റൂമിൽ നിന്ന് വരുന്ന വാട്ടർ ഉണ്ടല്ലോ, അപ്പോൾ അതായത് പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന വാട്ടർ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യും. ആദ്യം തന്നെ pH, TDS എല്ലാ ദിവസവും ഈ ടെസ്റ്റിംഗ് ഉണ്ട്? എല്ലാ ദിവസവും ഉണ്ട്. ചിലത് കുറച്ച് അവേഴ്സ് കൂടുമ്പോൾ ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി, വീക്ക്ലി, അങ്ങനെ പലതരമുള്ള ഓരോരോ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഈ ലാബിൽ വെച്ചിട്ടാണ്. ഈ വെള്ളം 3 ദിവസം കീപ്പ് ചെയ്യുന്ന പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ല. അത് നമ്മൾ സ്റ്റോർ ചെയ്യുമല്ലോ, നമ്മൾ പാക്ക് ചെയ്ത വെള്ളം നമ്മളിവിടെ 3 ദിവസത്തേന് സ്റ്റോർ ചെയ്യും. കാരണം നമ്മളിവിടെ മൈക്രോബയോളജി ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് എന്തെങ്കിലും പ്രസൻസ് കണ്ടാൽ നമുക്കത് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ടാണ് നമ്മളത് പുറത്തേക്ക് വിടുകയുള്ളൂ. ക്വാളിറ്റി നോക്കിയിട്ടാണ്. എന്തൊക്കെ ടെസ്റ്റാണ് ഉള്ളത് ഇപ്പോൾ? കെമിക്കൽ ലാബിൽ എന്തൊക്കെ ടെസ്റ്റാണ് ഉള്ളത്? കെമിസ്ട്രിയിൽ വരുമ്പോൾ ഡെയിലി ചെയ്യുന്ന ടെസ്റ്റ് നമ്മൾ മഗ്നീഷ്യം കാൽസ്യമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, മിനറൽസ് ആഡ് ചെയ്യുന്നതിൻ്റെ അളവ് നോക്കാനായിട്ടുള്ളതുണ്ട്. പിന്നെ pH, TDS കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. pH ടെസ്റ്റ് എനിക്ക് ആ പറഞ്ഞതിൽ കോമൺ ആയിട്ട് മനസ്സിലായത് മിനറൽസിന്റെ ടെസ്റ്റും pHന്റെ ടെസ്റ്റുമാണ്. TDS ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്, എന്തെങ്കിലും സോളിഡ്സ് ഒക്കെ ഡിസോൾവ് ആയി കിടപ്പുണ്ടെന്നൊക്കെ അറിയാനായിട്ടുള്ളത്. മൈക്രോബയോളജി ലാബ്, ഇവിടെ നമ്മൾ ഈക്കോളി, കോളിഫോം തുടങ്ങിയ ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസിനൊക്കെ ടെസ്റ്റ് ചെയ്യും. അതിനൊക്കെ ചില ദിവസങ്ങൾ എടുക്കും ചിലതിൻ്റെ റിസൾട്ട് വരാനായിട്ട്. അതാണ് 3 ദിവസത്തെ കാര്യം പറയുന്നത്.
സാധാരണ നമ്മളിങ്ങനെ ഈ വെള്ളം മേടിച്ച് കുടിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ മിനറൽ വാട്ടർ ചേട്ടാ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞ് ഇതിങ്ങ് വാങ്ങാറാണ് പതിവ്. പക്ഷേ ഇതിനകത്ത് മിനറൽസ് ഏതൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, ഇതിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൽ എന്തൊക്കെ മിനറൽസ് ആണുള്ളതെന്നുള്ളതും പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുമായി ഇത് എങ്ങനെയും വീണ്ടും കാണാം. ബൈ.